إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا أنتم مسلمون بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാതൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഹജ്ജിന്റെ മാസത്തിലാണല്ലോ സഹോദരങ്ങളെ നമ്മളുള്ളത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ധാരാളം ആളുകൾ അതിനുള്ള യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജിനെ പ്രതീക്ഷിച്ചുകൊണ്ട് യാത്രയാകുന്ന എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ സമാധാനങ്ങൾ ലഭിച്ച് അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന ഹജ്ജും പുണ്യകരമായ ഹജ്ജുമായി നിർവഹിക്കപ്പെട്ട് ആരോഗ്യത്തോടുകൂടി തിരിച്ച് അവരുടെ ദേശങ്ങളിലേക്ക് എത്തുവാൻ അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ ധാരാളം അധ്യായങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ജനതയുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അവരൊക്കെയും അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്നാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്നാണ്. അഥവാ ഞങ്ങൾ ഏതൊരു വിശ്വാസത്തിലാണോ ഉള്ളത് ആ വിശ്വാസമായിരുന്നു ഇബ്രാഹിം
ഇസ്ലാമിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊന്നും മാറേണ്ടുന്ന ഒരു ആവശ്യമില്ല എന്നതായിരുന്നു ആ ജനതയുടെ വാദം. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ തൗറാത്തും ഈസാ നബിയിലൂടെ ഇഞ്ചീലും നൽകപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷമാണ്. അതൊരു ഹുജ്ജത്തായിട്ട് തെളിവായിട്ട് പറയണം. അപ്പോ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഹൂദിയോ നസ്രാനിയോ അല്ല. കാരണം യഹൂദികളെയും നസ്രാനികളെയും നേർക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്നതും മൂസാ നബിയിലേക്കും ഈസാ നബിയിലേക്കുമാണ്. ആ രണ്ട് പ്രവാചകന്മാരും വരുന്നതിന് മുമ്പേ വന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കണക്കുകൂട്ടി പറഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവരുടെ ചിന്ത, അവരുടെ സങ്കല്പം, ഞങ്ങൾ ജീവിക്കുന്ന ഈ ജീവിത രീതി തന്നെയാണ് യഥാർത്ഥത്തിലുള്ള അതിന് ശരിയായ വഴി. അത് ഇബ്രാഹിം നബിയുടെയും വഴി അതായിരുന്നു എന്ന് പിന്നെ അവർ വാദിക്കുകയാണ്. ഇബ്രാഹിം നബി ആ വാദത്തിലേക്ക് കൊണ്ടുവരും. ഏതുപോലെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരായ ആളുകൾ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഞങ്ങളുടെ വിശ്വാസക്കാരനായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്ക്ക് സമസ്തക്കാരുടെ ഒരു വിശ്വാസത്തിലും അതിന്റെ കൂടെ ഇല്ലാത്ത മഹാവ്യക്തിത്വമാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഒരിക്കലും തന്റെ പേരിൽ ഒരു ബൈത്തും എഴുതി ഉണ്ടാക്കിയിട്ടില്ല. തന്നെ വിളിച്ചു ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം 500 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ കള്ളവാദങ്ങൾ എഴുതി ഉണ്ടാക്കിയത്. അദ്ദേഹവും കുത്തുബിയത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ വഫാത്തിന് എത്രയോ ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന കിതാബ് തന്നെ രചിതമാകുന്നത്. പക്ഷെ സമസ്തയിലെ ഉസ്താദുമാർ പറയുന്നത് എന്താ? ഇതാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. ഇതുപോലത്തെ ഒരു വാദം മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലാണ് ഇബ്രാഹിം നബി ഉണ്ടായിരുന്നത് എന്ന് അവർ പറയാം. അവിടെ ഖണ്ഡിതമായി തർക്കമില്ലാതെ ഈ ഒരു വാദം അവർ സ്ഥാപിക്കാൻ പറ്റാത്ത തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയണം, മാകാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം യഹൂദിയോ നസ്രാനിയോ അല്ല. അദ്ദേഹം വക്രതയില്ലാത്ത മുസ്ലിമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ബഹുദൈവാരാധനയ്ക്ക് യാതൊരു തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്തവനല്ല. വളരെ കൃത്യമാണ്. അതിനുശേഷം വരുന്ന ആയത്ത് ഒന്നുകൂടി ആ കാര്യത്തെ ഉറപ്പിക്കുകയാണ്. ഇനി ഒരു വാദത്തിന് വകയില്ലാത്ത തരത്തിൽ അതിന് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഉഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇബ്രാഹിം നബി തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, അദ്ദേഹത്തെ പിൻപറ്റിയവർ, ആ ഇബ്രാഹിം നബിയെ പിൻപറ്റിയവരാണ്. പിന്നെയോ വഹാദൻ നബിയ്യു, നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ആ ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. പിന്നെയോ ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ പിൻപറ്റിയവരും. അവർക്കാണ് ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്ന് പറയാനുള്ള അർഹതയുള്ളത്. ഇനി യഹൂദികൾക്കോ നസ്രാനികൾക്കോ മറിച്ചൊരു വർത്തമാനം, ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റാത്ത തരത്തിൽ കൃത്യമായി പഴുതുകൾ അടച്ചുകൊണ്ട് അള്ളാഹ് കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞങ്ങളുടെ ആളാണ്. എല്ലാവർക്കും വലിയ അഭിമാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറയാൻ. അതാണ് ഒരു വല്ലാത്ത അത്ഭുതം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്രമേൽ ശക്തനായ വലിയൊരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ഞങ്ങളെ കൂടി ആളാണ് എന്ന് പറയാൻ താല്പര്യമുണ്ടാവും. പക്ഷെ താല്പര്യം മാത്രം പോരാ. താല്പര്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന ആളുകളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മാത്രം മുജാഹിദാവോ? ആവൂലല്ലോ. മുജാഹിദുകൾക്ക് ഒരു ആദർശമുണ്ട്, അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി തീരെല്ലാത്ത ആളുകൾ ഞങ്ങൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുപോലത്തെ ഒരു സാഹചര്യമാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് പറയാൻ അർഹതയുള്ളതാർക്ക? ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിൻപറ്റിയവർക്ക്, അദ്ദേഹത്തിന്റെ മാർഗം സ്വീകരിച്ചവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ലാത്ത പ്രവാചകൻ, ഒന്നിനും കീഴ്പ്പെട്ടിട്ടില്ലാത്ത പ്രവാചകൻ, ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടില്ലാത്ത പ്രവാചകൻ. ആ ക്വാളിറ്റി എവിടെയാണോ അവർക്ക് മാത്രമേ ആ ഇബ്രാഹിം
സ്ഥാനത്തിലുള്ള ഈ നബിക്കാണെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ അർഹത. പിന്നെയുള്ളത് വല്ലദീന ആമനു, ആ നബിയിൽ വിശ്വസിച്ച ആളുകൾ. അവർക്കല്ലാതെ ഇബ്രാഹിം നബിയെ കുറിച്ച് ഒന്നും പറയാൻ ഇപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ധാരാളം പറയേണ്ടുന്ന മാസങ്ങളാണ്. സാധാരണഗതിയിൽ ഹജ്ജിന്റെ മാസം വരുമ്പോൾ കൂടുതൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പറ്റി പറയും. എല്ലാവരും പറയുന്നുണ്ട്. ഈ പറയുന്നവർക്കൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പറ്റി പറയാനുള്ള അറിവുണ്ടോ? അതൊന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പരീക്ഷ, അദ്ദേഹത്തിന്റെ ദർജ, അദ്ദേഹത്തിന്റെ ദഅവത്ത്, അദ്ദേഹത്തിന്റെ ആ ഒരു ആർജവം, അത് പറയാൻ യഥാർത്ഥത്തിൽ ആർക്കാണ് അർഹതയുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് ചില കാര്യങ്ങൾ കൂടി, ചില ആയത്തുകൾ കൂടി പറയുന്നുണ്ട്. ഈ ആയത്ത് അവസാനിക്കുന്നത് അല്ലാഹു വലിയുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മാത്രമാണ് വലിയായിട്ടുള്ളത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മാത്രമാണ് വലിയായിട്ടുള്ളത്. ഈ നാട്ടിൽ കാണുന്ന മുഴുവൻ ചാറമ്പലിൽ കിടക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളുടെ വലിയാണെന്ന് പറയുന്നവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാനോ ആ മില്ലത്തിലാണ് അവകാശപ്പെടാനോ ഒരു അർഹതയുമില്ല. അവരാരും നമ്മുടെ വലിയുകളല്ല. അല്ലാഹു മാത്രമാണ് വലിയ. അല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അല്ലാഹുവാണ് മുഅ്മിനീങ്ങളുടെ വലിയ എന്ന് പറഞ്ഞാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അധ്യായത്തിൽ സൂറത്തു ആൽ ഇംറാനിലെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ആയത്തുകൾ കൂടി ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളിൽ അതിൽ ശക്തമായി കൊണ്ട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആയത്തുകൾ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം അതിന്റെ 81-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 81-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു പറയാണ് സൂറത്തു അൻആമിലെ അതിന്റെ 80, 81, 82 ആയത്തുകൾ നമ്മൾ കുറച്ചുകൂടി ഇരുന്ന് ആലോചിച്ച് ഓതേണ്ടുന്ന ഭാഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആളുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തർക്കിച്ചു കൊടുക്കുക. എന്ത് വിഷയത്തിലാണ്? അവർ ഉണ്ടാക്കിയ രൂപങ്ങൾ. അതിനോട് പറഞ്ഞാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞില്ലെങ്കിൽ ചില ഉപദ്രവവും ഉണ്ട്. അതുകൊണ്ട് ഇബ്രാഹിമെ, നീയും ഞങ്ങളോടൊപ്പം കൂടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ഞങ്ങൾ ആരാധിക്കുന്ന ഈ രൂപങ്ങളോട് നീയും ഞങ്ങളോടൊപ്പം നിന്ന് ഇതിനെ ആരാധിക്കണം എന്ന് പറയാം. ഇതിനെ ആരാധിച്ചില്ലെങ്കിൽ നിനക്ക് മുസീബത്തുണ്ട്, ഇതിനെ ആരാധിച്ചാലോ നിനക്ക് ചില ഗുണങ്ങളുണ്ട് എന്ന്. ഈ വർത്തമാനം ആദ്യമായിട്ട് പറഞ്ഞത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള ജനതയാണ്. ഇതിനെ മാറ്റി നിർത്തിയാൽ മുസീബത്താണ്, ഇതിനെ കൂടെ നിർത്തിയാലോ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തർക്കമാണ്. ആ തർക്കമുള്ള ആളുകളോട് അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നത്? അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നത്? എങ്കില് ആ റബ്ബ് എനിക്ക് കൃത്യമായ മാർഗം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായ വഴിയിലാണ് ഞാൻ. ആ അല്ലാഹു എനിക്ക് കൃത്യമായിട്ട് വഴി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് പറയണം, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കുന്നത്? അവൻ എന്നെ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അവന്റെ പങ്കാളികളാക്കുന്ന ഒന്നിനെയും ഞാൻ പഠിക്കില്ല. അവന്റെ പങ്കാളികളാക്കുന്ന ഒന്നിനെയും ഞാൻ പഠിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ നാഥൻ ഇച്ഛിക്കുന്നതല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യമല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല. ചില ആൾക്കാർ ഈ കണ്ണേറിന് പറ്റും. കണ്ണേറ് എന്ന് പറയുന്ന സംഭവം തന്നെ സത്യത്തിൽ ഇല്ല. അങ്ങനെ ഒരു സംഭവം തന്നെ പ്രകൃതിയിലില്ല. കണ്ണേറ് എന്ന് പറയുന്ന ഒന്ന്. അതുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അള്ളാഹ് പോലും തടുക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണേ, അള്ളാഹ് കൂടി ആ കാര്യത്തിൽ അള്ളാഹിന്റെ കലാകാരനെ മുൻകടന്നു പോകുന്ന പറയുന്നത്. എന്തൊരു ദുരന്തമാണ് ഈ പറയുന്നത്. കണ്ണേറ് അതിനെ ഭയപ്പെടണം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സമസ്ത പുരോഹിതൻ അദ്ദേഹം കുറെ ഐക്കല്ലുകൾ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3000 ചില്ല റുപ്യ 1000 ചില്ല റുപ്യൊക്കെയാണ് അത് മേടിക്കുന്ന. എന്നിട്ട് അതിൽ പറഞ്ഞെന്താ, നിങ്ങൾ കണ്ണേറ് തട്ടൂല, നിങ്ങളെ കച്ചവടത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കുറെ കാര്യങ്ങൾ
ഞാൻ മേടിക്കുന്ന ആൾക്കാർക്ക് 2 ദിക്റും മൂപ്പരഭാഗം ഫ്രീ ആയിട്ടുണ്ട്, അതും കൂടി ഇതിന്റെ കൂടെ ഉണ്ടാവുന്ന. ഞാൻ ആ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ഇന്ന് കണ്ണേറിനെ അതിനെ പ്രൊമോട്ട് ചെയ്യണം, അതുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുടെ പ്രബോധനം കുറച്ചൊക്കെ ആളുകൾ ഏശുന്നുണ്ട്. കാരണം കണ്ണൂർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ എല്ലാ കാര്യങ്ങളും മേടിക്കുന്ന ആളുകളുണ്ട്. അവരങ്ങനെ ഒരു സംഭവം തന്നെയല്ല, ഇതൊക്കെയും ചൂഷണമാണ്. കണ്ണേറ് എന്ന് പറഞ്ഞ സംഭവം തന്നെയില്ല. എന്ന് പറഞ്ഞതിന് കണ്ണേറ് എന്ന ഒരു അർത്ഥം ലഭിക്കൂല. പൊട്ടമായ വിശ്വാസമാണ്. എന്താണ് പിന്നീട് ആ കാര്യങ്ങൾ പറയാം. എന്ന് പറഞ്ഞാൽ കണ്ണേർ സത്യമാണ് എന്ന ഒരു വർത്തമാനം, ഒരർത്ഥം ആ പ്രയോഗത്തിൽ നിന്ന് ലഭിക്കുകയില്ല. അത് ആളുകൾ പറഞ്ഞുണ്ടാക്കിയ മറ്റൊരു, ഇതിനെ നേരെ അപ്പുറത്തേക്ക് തിരിച്ചുവിടാനുള്ള ഒന്നാണ്. പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്ന ഒന്നിനും ഞാൻ ഭയപ്പെടില്ല. അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ സംഭവിക്കൂല. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ വിശ്വസിക്കുന്നവരെ ഞാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറയാൻ അർഹതയുള്ളൂ. ജാറങ്ങളിൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ നമ്മൾ അടുത്തൊന്ന് പോയിട്ട് അവരൊന്ന് പരിഗണിച്ചില്ലെങ്കിൽ അവരെ കുരുത്തങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ, അല്ലേ? അത് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അവർക്ക് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തവൻ ഇസ്ലാമുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഈ ആദർശമില്ലാത്തവൻ, ഇസ്ലാമിന്റെ ആദർശമില്ലാത്തവൻ മുസ്ലിം ആവില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയാ, അല്ലാഹു എന്റെ നാഥനിശ്ചയിക്കാത്ത ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുകയില്ല. പിന്നെയോ, ആ റബ്ബ് വസിഅ റബ്ബി കുല്ലി ഷൈഇൻ ഇൽമ അഫലാ തദക്കറൂൻ. അല്ലാഹു എന്റെ നാഥന്റെ അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിന്റെ അറിവ്. നിങ്ങൾ എന്താ ആലോചിക്കാത്തത് കൂട്ടരെയാണ് ആയത്ത് അവസാനിക്കുന്നത്? എന്തെങ്കിലും ആലോചിക്കാത്തത്? സഹോദരങ്ങളെ, ഒരു കോഴിമുട്ടയിൽ 4 വരയും 4 കള്ളിയും ഒരു കോഴിമുട്ടയിൽ ഒരുത്തൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കോഴിമുട്ട സാധാരണ കോഴിമുട്ട അല്ല എന്ന് പറയുന്നവരാരാണ്? അത് പിന്നെ സാധാരണ കോഴിമുട്ടല്ല, അത് പിശാചിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആയി ആ കോഴിമുട്ടക്ക്. ഏതായത്? ഏതാ ഹദീസ്? എന്താ പ്രമാണം? ഇത് പറഞ്ഞത് മുജാഹിദുകളാണെന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ സംഗതി. അത് ഒരു കോഴിമുട്ടയിൽ 4 വരയും 4 ചിത്രങ്ങൾ ഉണ്ടായാൽ അതിനെ പിന്നെ പേടിക്കണം. അത് സാധാരണ കോഴിമുട്ടല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പേടിക്കോ? ഈ കോഴിമുട്ടയെ, ഈ വരയെ പേടിക്കോ? ഒന്നിനും പേടിക്കൂല. അപ്പൊ ഇന്നോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലാവണം, പേടിക്കാൻ പാടില്ല. അതിൽ ഒന്നുമില്ലെന്ന് പറയണം. അത് വെറും കോഴിമുട്ടയാണെന്ന് പ്രഖ്യാപിക്കണം. 40,000 വര ഒരു മുട്ടയിൽ വരച്ചാലും ഒരു പിശാചിലേക്കും അത് കമ്മ്യൂണിക്കേഷൻ ആവുകയില്ല. അങ്ങനെ ആക്കാൻ സാധിക്കില്ല. കാരണം പിശാചുക്കളെ ബന്ധപ്പെടാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ ദുനിയാവിൽ ഒരു മനുഷ്യനും സാധിക്കൂല. അത് സാധിച്ചത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും മാത്രമാണ്. ഇനിമേൽ ഒരാൾക്കും അതിന് സാധ്യമല്ല. എവിടെയെങ്കിലും ഒരാളിൽ അടഞ്ഞിരിക്കുക, സാഹിറാണെന്ന് പറയാ, ഒരു ജ്യോത്സ്യനാണെന്ന് പറയാ, ഒരു തങ്ങളാണെന്ന് പറയാ, ഒരു മുസ്ലിയാരാണെന്ന് പറയാ, എന്നിട്ട് ഓൻ പറഞ്ഞത് മുഴുവനും ഭയപ്പാടോടുകൂടി കേട്ടിട്ട് ഇതൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനങ്ങൾക്ക് എതിരാണ് ശക്തമായിട്ട് പോരാടിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്. കൂട്ടരെ, നിങ്ങൾ അല്ലാഹുവിനെ പങ്കാളികളാക്കുന്നവരെ ഞാൻ എങ്ങനെ പേടിക്കും? ഞാൻ എന്തിനു പേടിക്കണം? നിങ്ങളാകട്ടെ അല്ലാഹു നിങ്ങൾക്ക് ഒരു തെളിവും തന്നിട്ടില്ലാത്തവരെ അവനിൽ പങ്കാളികളാക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കള്ളവാദങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് യാതൊരു തെളിവും വന്നിട്ടില്ല. ഒരു തെളിവും വന്നിട്ടില്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട മുട കരിക്കുമ്പോ 4 കളം വരച്ചാൽ പിന്നെ സാധാരണ കരിക്കല്ല. തകിടുമ്പോ 4 കളം വരച്ചാൽ പിന്നെ അത് സാധാരണ തകിടല്ല. ഇതൊക്കെ പണ്ടേ സമസ്തക്കാരോട് പറഞ്ഞ് പ്രചരിപ്പിച്ച കള്ളവാദങ്ങളാ. ആ വാദങ്ങൾ ഏറ്റെടുക്കുന്നവർ ഒരിക്കലും മുജാഹിദുകളാണെന്ന് പറയുന്നത്. എങ്ങനെ അത് പറയാൻ പറ്റും അവർക്ക് ഞങ്ങൾ മുജാഹിദുകളാണെന്ന്? 50,000 തകിട് കൊടുത്ത് നിങ്ങളെ ലക്ഷത്തോളം ഭക്ഷണങ്ങൾ എഴുതിയാലും ആ തകിട് തകിടല്ലാതായി മാറും. അത് പിന്നെ അതിനെ പേടിക്കണമെന്നാ പറയുന്നത്? അതിൽ നിന്ന് ഉറവുണ്ടാവുന്നതാണോ പറയുന്നത്? അല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണമുണ്ടാവുന്നതാണോ പറയുന്നത്? അതായത്
ആയതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഞങ്ങൾ ഇബ്രാഹിം ഇല്ലത്തിലാണെന്ന് പറയുന്നവരൊന്നും കൂടി ആലോചിക്കണം. എങ്ങനെയാണ് ഇതിനൊക്കെ ഭയപ്പെടുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോ ഇബ്രാഹിം നബിക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും. അതൊക്കെ ഭയപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പൊ ചില ആളുകളുടെ പുതിയ വാദം. ആ വാദമാണ് തെറ്റ്. ആ വാദത്തിൽ നിന്നാണ് തിരിച്ചു പോരേണ്ടത്. മുസ്ലിം ആവണം, മുഅ്മിൻ ആവണം, മുവഹ്ഹിദാവണം. ഒരു ഗോൾഫിനെയും ഭയപ്പെടണ്ട, ഒരു തകിടിനെയും ഭയപ്പെടണ്ട, ഒരു കരിക്കിനെയും ഭയപ്പെടണ്ട. അതിൽ നിന്നും ഒന്നും സംഭവിക്കൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങൾ ഭയപ്പെടണമെന്ന് ഒരു തെളിവ് അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടേ ഇല്ല. എന്നിട്ട് ആ ആയത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ച ജനതയോട് ചോദിക്കുക, കൂട്ടരെ നിങ്ങൾക്കാണോ പേടി വേണ്ടത്, എനിക്കാണോ പേടി വേണ്ടത്? നമ്മൾക്ക് ഇരു കൂട്ടരിലും ആർക്കാണ് ശരി യഥാർത്ഥത്തിലുള്ള നിർഭയത്വമുള്ളത്? ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ഭയപ്പെടുള്ളൂ. നിങ്ങളാണെങ്കിലോ കണ്ണിനെ മുൻപ് പേടിക്കുക. കോഴിമുട്ട കണ്ട അതിനെ പേടി, 4 വര കണ്ടാൽ പേടി കൂടി, കരിക്ക് കണ്ടാൽ പേടി, അതിന് 4 കളം കണ്ടാൽ അതും പേടി. ഇതൊക്കെ ആരെ പേടിപ്പിക്കാനാ? മുവഹ്ഹിദുകളെയോ മുജാഹിദുകളെയോ മുഅ്മിനുകളെയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാൻ പേടിക്കൂല. ഇതൊക്കെ നമ്മൾക്കും ഇടയിൽ ആർക്കാണ് നിർഭയത്വമുള്ളത്? ഇതൊരു ചോദ്യമാണ്. ഈ കരിക്കുകളെ ഭയപ്പെടുന്നവരെ അതിനെ ഭയപ്പെടാത്ത ഞങ്ങൾക്കാണോ, ഭയപ്പെടുന്ന നിങ്ങൾക്കാണോ നിർഭയത്വമുള്ളത്? നമ്മളൊന്ന് ആലോചിക്കണം. ശരിക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് ആലോചിക്കേണ്ടത്. വേറെ ആളോട് എന്റെ കാര്യം ഒന്ന് ആലോചിക്കട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ ആലോചിക്കണം. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആർക്കാണ് നിർഭയത്വമുള്ളത്? അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുള്ളൂ എന്ന് പറയുന്ന മുജാഹിദുകൾക്കോ അതല്ല സാഹിറന്മാരെ കൂടി ഭയപ്പെടണമെന്ന് പറയുന്ന ആളുകൾക്കോ? അതുകൊണ്ട് ശരിക്കും കാര്യങ്ങൾ വകതിരിച്ചു മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിലോ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തിലോ ഇല്ലാത്ത ഒരു കാര്യം എത്ര വലിയ ഹോജ, എത്ര വലിയ കിതാബിൽ എഴുതി വെച്ചാലും പ്രമാണത്തിന് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് പെരയിൽ വെച്ചോളൂ എന്ന് പറയാം. അത് ഏറ്റെടുക്കേണ്ട, തലയിൽ വെക്കണ്ട, അതിന്റെ പിന്നാലെ പോണ്ട. അതല്ല ഇസ്ലാം, അതല്ല ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. അല്ലാഹുവിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി സനദുകളോടുകൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അല്ല, അതിൽ അഭിപ്രായ ഭിന്നതയും അതിൽ സംശയങ്ങളും മാറ്റിവെക്കേണ്ടതുമാണെങ്കിൽ മാറ്റിവെക്കണം. അത് മാറ്റിവെക്കലാണ് യഥാർത്ഥത്തിലുള്ള നിർഭയത്വത്തിന്റെ ഭാഗം. ഇവിടെ ചോദിക്കുന്ന ഈ ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും സ്വന്തം ചോദിക്കാം. ഈ വാദങ്ങളുമായി നടക്കുന്ന ആളോട് ചോദിക്കാം, നമുക്ക് ഇരു കൂട്ടർക്കിടയിൽ ആർക്കവിടെ നിർഭയത്വമുള്ളത്? ആർക്കാ നിർഭയത്വമുള്ളത്? ആ നിർഭയത്വത്തെ എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? അതുകൊണ്ട് പറയാണ് ആ ആയത്ത് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വകതിരിവുണ്ടെങ്കിൽ, ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ, ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നുണ്ട് ആയത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വെറുതെ അവകാശപ്പെടാനുള്ളതല്ല. അങ്ങനെ അവകാശപ്പെട്ട ആളുകളോട് വളരെ കൃത്യമായിട്ട് ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു കളങ്ങളും ഒരു ചിത്രങ്ങളും ഒരു രൂപങ്ങളും ഒരു പ്രതിരൂപങ്ങളും ഒരു വിഗ്രഹങ്ങളും അവർക്ക് ഭയപ്പാടായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അത് വെറും വിഗ്രഹങ്ങളാണ്, കൈകൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളാണ്. അതിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ആ ഇസ്ലാമിലേക്ക് വന്ന ഒരൊറ്റ സ്വഹാബിമാരും ഒരു കമ്മ്യൂണിക്കേഷനും പിന്നെ അവിടെ ഹൃദയത്തിൽ വെച്ചിട്ടില്ല. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അങ്ങനെ ഒരു സമ്പ്രദായം അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക്, ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഏലസുകൾക്ക്, അതുപോലെയുള്ള ഒരുപാട് മഹവറകളിൽ ആളുകളുടെ ധനത്തെയും അഭിമാനത്തെയും ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അന്തസ്സിനെ ആളുകൾക്ക് മുമ്പിൽ വികൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന് വെള്ളമൊഴിച്ച് വളമിടുന്ന തരത്തിൽ അന്ധവിശ്വാസങ്ങളുമായിട്ട് ആര് കടന്നു വന്നാലും അവരൊക്കെയും ആ സമസ്തയുടെ കൂട്ടാളികളായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരിക. അന്നത്തെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് സംശയം. ഒരു സംസ്ഥക്കാരാണോ? സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്ന ഒന്നാണ്. അന്ധവിശ്വാസങ്ങൾ മാത്രം ഇസ്ലാമില്ല. അവരുടെ ഇസ്ലാമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ നഷ്ടപ്പെട്ട കൂട്ടരാണ്. ജാറങ്ങളിലും മക്ബറകളിലും ഒരുപാട് പാഠകിതാബുകളിലും അതിലെ വരികളിലും അല്ലാഹുവിന് പുറമെ മറ്റു പലരോടും സഹായം തേടി പട്ടുപാടി നടക്കുന്ന യഥാർത്ഥത്തിലുള്ള തൗഹീദിനെ നഷ്ടപ്പെട്ട ഒരു ഭാഗം ആളുകളാണ്. അവരുടെ അതേ സമാനമായിട്ടുള്ള വിശ്വാസം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആളുകൾ പിന്നെ ആരിലേക്കാ? മുവഹ്ഹിദുകളിലേക്കാ ചേർത്തി പറയേണ്ടത്? അങ്ങനെ ചേർത്തി പറയാൻ പറ്റില്ലല്ലോ. ആയതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങളായിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടേണ്ടുന്ന സമയമാണ്. ആ സമയം മൗനികളായി അതെന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് തലതിരിഞ്ഞ് നടന്നാൽ അടുത്ത ഒരു തലമുറ വിഗ്രഹാരാധനയിലേക്ക് കാലുവെക്കും. ഇപ്പൊ തന്നെ വെച്ചു തുടങ്ങി. ഉത്തരേന്ത്യയിലൊക്കെ പല ജാറങ്ങളിലും ആ ജാറങ്ങളിൽ കിടക്കുന്ന മനുഷ്യന്റെ രൂപം ആ ജാറത്തിന്റെ അടുത്ത് സ്ഥാപിക്കാൻ തുടങ്ങി, ഫോട്ടോ വെക്കാൻ തുടങ്ങി. ഇനി അത് ഫോട്ടോ രൂപമായിട്ട് മാറും. അടുത്തൊരു തലമുറ വരുമ്പോ ഫോട്ടോയെ ആരാധിക്കുന്ന ജനത മുസ്ലിങ്ങളിൽ ഉത്തരേന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലും അത് പറഞ്ഞു തുടങ്ങി. അള്ളാഹ്നെയാണെന്ന് പറഞ്ഞു ചില ആളുകളെ ചൂണ്ടിക്കാണിച്ചു. അള്ളാഹുവിനെ ലയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹ് വേറെ, ഇദ്ദേഹം ഒന്ന് വേറെ വേർതിരിക്കാൻ നമുക്ക് പറ്റില്ല, വേർതിരിക്കാൻ പറ്റില്ല. അള്ളാഹ്നെയാണ് എന്ന വിശ്വാസത്തിൽ പറയാനും പാടാനും തേടാനും തുടങ്ങി. ഇതേ അവസരത്തിലേക്ക് ഈ അന്ധവിശ്വാസങ്ങളെ പുതുതായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ അവര് അടുത്ത ഒരു തലമുറ ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള വിഗ്രഹങ്ങളോട്, ജിന്നുകളോട്, മറ്റുള്ള സൃഷ്ടികളോടൊക്കെ ആരാധിക്കുന്ന, അവരെ തേടുന്ന, അവരെ ഭയപ്പെടുന്ന, അവരെ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ തക്കീതായിക്കൊണ്ട് പറയണ വാദങ്ങൾ ഇസ്ലാമികമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മില്ലത്തിൽ, തൗഹീദിൽ, ആർജവത്തിൽ, ആദർശത്തിൽ ജീവിക്കുന്ന മുത്തഖീങ്ങളായി മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, ഉദയത്തിന്റെ മൃഗത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടുന്ന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ദുൽഹജ്ജ് മാസങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. സാധാരണ ജീവിത രീതിയിൽ നിന്ന് ഒരുപാട് ആലോചനകളും കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും ഒക്കെ പറ്റുന്ന, അതിനു വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. ആ ഒരു ഓർമ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ആ തരത്തിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളാൽ കൂടപ്പെടുന്ന ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വീക്ഷണങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ പേരിൽ ആളുകളോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ആ തരത്തിലുള്ള സംഘട്ടനങ്ങൾ, അതിനൊന്നും പറ്റുന്ന ദിവസങ്ങളല്ല, അതിനൊന്നും മാറി നിൽക്കേണ്ടുന്ന സമയങ്ങളുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തമായ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ സദാ നിലനിർത്തേണ്ടുന്ന, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഓർമ്മകൾ ധാരാളമായി കടന്നു വരുന്ന ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുവാൻ അതിന് സാധിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും അല്ലാഹു അതിനെ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അതിനാഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതിന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ, നമ്മൾ സാധാരണ ഹജ്ജിന് പോകുന്ന ആളുകളോട് നമ്മളങ്ങനെ പറയാറുണ്ട്, അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജായി നിങ്ങളുടെ കർമ്മത്തെ സ്വീകരിക്കട്ടെ എന്ന്. മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കപ്പെടട്ടെ എന്നതാണ്. മബ്റൂർ എന്ന് പറഞ്ഞാൽ പുണ്യകരമായ, എല്ലാ പുണ്യങ്ങളും ഒന്നും കൊഴിഞ്ഞു പോകാത്ത, അതിനെ പരിപൂർണ പുണ്യത്തോടുകൂടി നിലനിർത്തുന്ന ഹജ്ജും ഉംറയുമായിട്ട് നിങ്ങൾക്കത്
നിർവഹിക്കാൻ സാധിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രാർത്ഥന, നല്ലൊരു വർത്തമാനം. അവരുടെ ആയുസ്സിനും അവരുടെ ആരോഗ്യത്തിനും ആ മക്കയിൽ കഴിയുന്ന ആളുകൾക്കുള്ള സമാധാനത്തിനും മറ്റുള്ള പ്രതിസന്ധികളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയവരോ മഹലിൽ നിന്ന് പോയവരോ മാത്രമല്ല, അവിടെ എത്തപ്പെട്ട മുഴുവൻ ഹാജിമാർക്കും സമാധാനത്തോടു കൂടി നിർവഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹുവേ നൽകണേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന അതിന്റെ വളരെ കൂടുതൽ തിക്കും തിരക്കുകളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും സമയങ്ങളിലും അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് രക്ഷയും സമാധാനം ലഭിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ച് അറിയുന്ന അല്ലാഹുവാണ്. അവരുടെ രോഗങ്ങൾ അല്ലാഹു എളുപ്പത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് നൽകുന്ന ചികിത്സ അവരുടെ പരിപൂർണ്ണ രോഗശമനത്തിന് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا أجر والدنا من النار. وآخر دعوانا أن الحمد لله رب